blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഈ ആഴ്ച മുഴുവൻ ഹോളി സ്പിരിറ്റ് സിനോഡിൽ നിന്നുള്ള സന്ദേശങ്ങളും പ്രത്യേകിച്ച് അനുഭവ സാക്ഷ്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടുഡേ യു ഗോയിങ് ടു വാച്ച് എ സ്പെഷ്യൽ മിറക്കിൾസ് ടുഡേ എപ്പിസോഡ്. എന്നാൽ അതിലേക്ക് പോകുന്നതിന് മുൻപ് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, വൈറ്റിലയിൽ നിന്നുള്ള ജയ സുരേന്ദ്രന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ മകൻ വിഷ്ണുവിൻ്റെ ബർത്ത്ഡേ ജാനുവരി 1-ാം തീയതി ആയിരുന്നല്ലോ കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് തന്നെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, വിഷ്ണുവിന് നല്ല ഒരു ജോലി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെന്നൈയിൽ നിന്നുള്ള സൈറ ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ തോമസിനായി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി കൊടുത്ത് തന്നെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കന്യാകുമാരിയിൽ നിന്നുള്ള കൃഷ്ണൻകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൻ്റെ ബിസിനസ്സിൽ വലിയ ഒരു സാമ്പത്തികമായ വിടുതലും അനുഗ്രഹവും കർത്താവെ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയിൽ ജനസാഗരങ്ങളെ ആത്മീയ അനുഗ്രഹത്തിലേക്കും ഉണർവിലേക്കും നയിച്ചൊരു മീറ്റിംഗ് ആയിരുന്നു ഹോളി സ്പിരിറ്റ് സിനഡ് 2016. ബ്ലെസ്സിംഗ് ടുഡേയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മീറ്റിംഗുകളിൽ ഒന്നായിരുന്നു ഈ കഴിഞ്ഞ ഒക്ടോബർ 13 മുതൽ 16 വരെ 4 ദിവസങ്ങളിലായി കൊച്ചി മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ നടന്നത്. മീറ്റിംഗിന്റെ ഓരോ ദിവസങ്ങളിലും ശക്തിയേറിയ പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി. ബ്രദർ ഡാമിയന്റെയും സിസ്റ്റർ ക്ഷമ ഡാമിയന്റെയും മറ്റ് ദൈവദാസന്മാരുടെയും ശക്തിയേറിയ ദൈവിക സന്ദേശങ്ങളിലൂടെ അനേകായിരം ജനങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാനിടയായി. ഈ മീറ്റിംഗിൽ നടന്ന അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും വഴി അനേകം ജനങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു. ബ്ലെസ്സിംഗ് ടുഡേയുടെ യുവജന വിഭാഗമായ ദ ഹിസ്റ്ററി മേക്കേഴ്സ് ഒരുക്കിയ പ്രത്യേക പ്രോഗ്രാമുകളും 100-ലധികം അംഗങ്ങൾ അടങ്ങിയ ബ്ലെസ്സിംഗ് സെന്റർ വർക്ക്ഷിപ്പ് ടീമും ഏവർക്കും അനുഗ്രഹമായി. ഈ സിനഡിൽ വച്ച് ബ്രദർ ഡാമിയന്റെ ഏറ്റവും പുതിയ പുസ്തകം ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഇംഗ്ലീഷിലും തടസ്സങ്ങളെ തകർക്കുക എന്ന തലക്കെട്ടോടെ മലയാളത്തിലും പ്രസിദ്ധീകരിക്കപ്പെട്ടു. അങ്ങനെ 4 ദിവസം നീണ്ടുനിന്ന ഹോളി സ്പിരിറ്റ് സിനഡ് ബ്ലെസ്സിംഗ് ടുഡേയുടെ ചരിത്രത്തിലെ പുതിയ ഒരു നാഴികക്കല്ലായി മാറി. ഹോളി സ്പിരിറ്റ് സിനഡ് 2016 ബ്ലെസ്സിംഗ് ടുഡേ ഒരു പുതിയ ആൽബം റിലീസ് ചെയ്തു, മഹത്വം കുഞ്ഞാടിന്. ഈ ആൽബത്തിൽ 10 പുതിയ പാട്ടുകളാണ് ഉള്ളത്. ബ്ലെസ്സിംഗ് ടുഡേ ക്വയറും ഹിസ്റ്ററി മേക്കേഴ്സ് ബാൻഡും പാടിയ വളരെ അഭിഷേകം നിറഞ്ഞ ഒരു ആൽബമാണ് മഹത്വം കുഞ്ഞാടിന്. ഇപ്പോൾ നമുക്ക് ആൽബത്തിലെ ഒരു മനോഹരമായ പാട്ട് കാണാം. സർവശക്തനാമേശുവേ
നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിസ് ഈസ് എ മിറക്കിൾസ് ടുഡേ സ്പെഷ്യൽ എപ്പിസോഡ്. ഹോളി സ്പിരിറ്റ് സിനഡിൽ നൂറുകണക്കിന് പേരാണ് അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി മുന്നിലേക്ക് വന്നത്. പലരെയും അവർക്ക് സമയം നൽകാൻ കഴിയാതെ മടക്കി വിടേണ്ടി വന്നു. ഇന്ന് അവിടെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവച്ച 3 പേരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അവരുടെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഞാൻ വീണ്ടും പറയട്ടെ, അവർക്ക് വേണ്ടി പ്രവർത്തിച്ച അതേ യേശു നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും. വിശ്വസിക്കുക. ലെറ്റ്സ് വാച്ച്. ഈ മകൻ്റെ പേര് വിൽസൺ എന്നാണ്. ഓക്കെ, കുന്നംകുളത്ത് നിന്നാണ് വരുന്നത്. കുന്നംകുളംകാരനാ? യെസ്. 2015 ജൂൺ മാസം ആരംഭത്തോടു കൂടി ഇദ്ദേഹത്തിന് കലശലായിട്ടുള്ളൊരു ചുമ ആരംഭിച്ചു. ഓക്കെ. ചുമയ്ക്കുന്നതിനെ തുടർന്ന് രക്തം വരുമായിരുന്നു വായിൽ നിന്ന്. ഓ, ചുമച്ച് ബ്ലഡ് വരും. ചുമച്ച് ബ്ലഡ് വരുമായിരുന്നു. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ ചെറുതായിട്ടൊന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് പറഞ്ഞു അത് കഫത്തിന്റെ പ്രോബ്ലം ആണ്, ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിരിക്കാം, കഫം പഴുത്ത് കഴിഞ്ഞപ്പോൾ അത് രക്തമായിട്ട് വരുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ടാബ്ലറ്റ്സ് കൊടുത്തു, ആ മരുന്ന് കൊടുത്ത് അത് തുടർമാനം കഴിച്ചുകൊണ്ടിരുന്നു. എങ്കിലും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പലപ്പോഴായിട്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ചുമയുടെ കാഠിന്യം കൂടിക്കൊണ്ടിരുന്നു, രക്തത്തിന്റെ അളവും കൂടിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് വല്ലാത്ത ഭയമായി. അങ്ങനെ വീണ്ടും ഡോക്ടർ അടുത്ത് ചെന്നു. ഡോക്ടർ കൂടുതലായിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഇദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ അടിഭാഗത്തായിട്ട് ഒരു തടിപ്പ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അത് നമുക്ക് ചെറിയൊരു ശസ്ത്രക്രിയയിലൂടെ അതെടുത്ത് കളയാവുന്നതേ ഉള്ളൂ. അത് വെച്ചുകൊണ്ടിരുന്നാൽ നാളേക്ക് അതൊരു പ്രോബ്ലമായി തീരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മൂക്കിലൂടെ ഒരു എൻഡോസ്കോപ്പി പോലെ മൂക്കിലൂടെ ഒരു ട്യൂബ് കടത്തി അത് എന്താണെന്ന് പരിശോധിച്ചിട്ട് വായിലൂടെ ട്യൂബ് ഇട്ട് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി നമുക്ക് ആ ദശ എടുത്തു കളയാന്ന് പറഞ്ഞു. അങ്ങനെ അതിന് നിസ്സാര ചെലവേ വരുള്ളൂ, ഒരു 5000 രൂപ താഴെ വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതിനു വേണ്ടിയിട്ട് അവിടെ ചെന്നു അഡ്മിറ്റഡായി. അതിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇത് ഇച്ചിരി ക്രിട്ടിക്കലാണ്, കാരണം നമ്മൾ വിചാരിച്ചതിനേക്കാൾ വിഷമമാണ്. ഇങ്ങനെ ചെയ്താൽ അത് ദശയായിരുന്നില്ല, അതൊരു ഗ്രോത്ത് ആയിരുന്നു, ഒരു മുഴ പോലെ കാണുന്നു. അതെങ്ങനെ എടുത്താൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ബ്ലഡ് വന്നിട്ട് അത് ക്ലോട്ട് ആകും, അത് നാളേക്ക് ഇൻഫെക്ഷൻ ആവും, ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്തിട്ട് എടുത്തു കളയണമെന്ന് പറഞ്ഞു. എൻഡോസ്കോപ്പി ഈ കുഴല് കടത്തി പോരാ, തുറക്കണം. തുറന്നിട്ട് ആ മുഴ എടുത്തു കളയണമെന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, ഇതൊരു ക്യാൻസറിന്റെ ആരംഭവുമാണെന്ന് പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി ഈ സഹോദരൻ ആകെ നെടുങ്ങിപ്പോയി. വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 2.5 വർഷമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, കുഞ്ഞുങ്ങളില്ല. അദ്ദേഹത്തിന് വല്ലാത്തൊരു ഭാരമായി. ഞാൻ എന്ത് ചെയ്യും? വിശ്വാസത്തിലല്ല, കർത്താവിനെ കേട്ടിട്ടുണ്ടെങ്കിലും കർത്താവിനെ അറിയില്ല, പ്രാർത്ഥിക്കാൻ ആരുമില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇതൊരു ക്യാൻസറിന്റെ ആരംഭമാണ്, ഓപ്പറേറ്റ് ചെയ്തിട്ട് സർജറിയിലൂടെ ആ മുഴയെ നീക്കം ചെയ്യണം. ഏകദേശം 5000 രൂപ എന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നെ അത് ലക്ഷങ്ങളിലേക്ക് മാറി. അപ്പൊ പണമില്ല, ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഇദ്ദേഹത്തിന്റെ അമ്മയെ വിളിച്ച് വിവരം പറഞ്ഞു. അമ്മ പലയിടത്തും സഹായം ചോദിക്കുമ്പോൾ മകന്റെ രോഗം എന്താന്ന് പറയുമ്പോൾ ക്യാൻസർ ആണെന്ന് പറയേണ്ടി വരും. നാട്ടുകാരുടെ മുമ്പിൽ ഇദ്ദേഹം ഒരു ക്യാൻസർ രോഗിയായി, വീട്ടുകാരുടെ മുമ്പിൽ ഒരു ക്യാൻസർ രോഗിയായി, ബന്ധുക്കളുടെ മുമ്പിൽ ഒരു ക്യാൻസർ രോഗിയായി. ഇദ്ദേഹം കാണുന്നത് മുഴുവൻ ക്യാൻസറാ. ഞാൻ നാളെ ജീവിക്കുമോ എന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. ഓപ്പറേഷൻ ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ പണമില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ വല്ലാത്ത ഭാരത്തിലിരിക്കുമ്പോഴാണ് അമ്മ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണുന്നത്. അങ്ങനെ അതിലൂടെ കേട്ടു കുന്നംകുളത്ത് ഇങ്ങനെ ഒരു പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ടെന്ന്. ഈ മകനോട് പറയാതെ അമ്മ ഓടി കുന്നംകുളത്ത് വന്നു, ബ്ലെസ്സിംഗ് സെന്ററിൽ വന്ന് പ്രാർത്ഥിച്ചു. അതേ തുടർന്ന് അവിടുത്തെ ശുശ്രൂഷകന്മാർ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. അന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു. ഇതിനിടയിൽ കുറച്ച് കാലതാമസം വന്നു. ഏകദേശം 2-3 മാസം സമയമെടുത്തു. ഇദ്ദേഹം ഭക്ഷണം കഴിക്കില്ല, പേടിയാ, ഉറക്കം വരുന്നില്ല, പേടിയാ, എല്ലാം കൂടെ ആകെ കൂടി ഭയം വന്നു. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തൊലി മുഴുവനുമായിട്ട് നീങ്ങിപ്പോയി. ഈ തൊണ്ട വരെ തൊലി ഇല്ലാതെ, വായ മുഴുവൻ ചുവന്നിരുന്നു. ഒരു തുള്ളി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും എരിവുള്ളത് കഴിച്ചാൽ വായിൽ വല്ലാത്ത പുകച്ചിലും നീറ്റലുമാ. ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോ വെറും ജ്യൂസും ഈ ചോറ് മാത്രം അരച്ചു വിഴുങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ശരീരം വല്ലാതെ ശോഷിച്ചു. അന്ന് ഈ ബ്ലെസ്സിംഗ് സെന്ററിൽ നിന്ന് ശുശ്രൂഷകന്മാർ അവിടെ ചെന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു. ഈ സഹോദരൻ പറഞ്ഞ അന്ന് ഞാൻ ആദ്യമായിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചു. അന്ന് ഞാൻ ആദ്യമായിട്ട് ഭക്ഷണം കഴിച്ചു. അതേ തുടർന്ന് ഭക്ഷണം കഴിക്കാനുള്ള പ്രോബ്ലം എന്റെ ഇത് മാറിപ്പോയി. ഒരു മിനിറ്റ്, ഈ ഇതുവരെ പറഞ്ഞ കഥ ശരിയാണോ? ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് അനുഭവിച്ച കാര്യമാണോ? അല്ലെങ്കിൽ ആ സഹോദരന്റെ പേര് ഡെന്നി തോമസ്, അദ്ദേഹം ഉണ്ടാക്കുന്ന കള്ളക്കഥയാണോ? സത്യം പറയണോ? ഞാൻ പറഞ്ഞിട്ട് പറയണതാ. ഉറപ്പാണോ? ഉറപ്പാണ്. അങ്ങനെ ഈ അമ്മ ബ്ലെസ്സിംഗ് സെന്ററിൽ വന്നത് കൊണ്ടിട്ട് ഈ മകനും തുടർന്നു പോയി. പിന്നത്തെ പ്രാവശ്യം പോകുമ്പോൾ അന്നൊരു ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു.
മീറ്റിങ്ങിന് പോയത്. അന്ന് തൃശ്ശൂരിലാണ് പോയത്. അവിടെ ചെന്നിട്ട് ഇതിനിടയിൽ ഡോക്ടർ പറഞ്ഞു, എനിക്ക് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു ദുരന്തം ജീവിതത്തിൽ വരുമ്പോൾ, ഒരു മെഡിക്കൽ റിപ്പോർട്ട് വന്ന് ഞെട്ടുമ്പോൾ, ശരീരത്തിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ, കാശില്ലാതെ വരുമ്പോൾ, സമൂഹത്തിൽ ക്യാൻസർ രോഗിയായി ചിത്രീകരിക്കപ്പെടുമ്പോൾ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വരുമ്പോൾ, ഉറങ്ങാൻ കഴിയാതെ വരുമ്പോൾ, ഒരു മനുഷ്യനെ യേശു എങ്ങനെ രക്ഷിക്കും? കഥ കേൾക്കുക. എന്നിട്ട് ഡോക്ടർ ഇത്രയും കാശ് പറഞ്ഞപ്പോൾ കാശില്ലാത്തതുകൊണ്ടിട്ട് പല ഡോക്ടേഴ്സിന്റെ അടുത്തും ഡയഗ്നോസിസിന് വേണ്ടി ചെന്നിരുന്നു, കൺസൾട്ടേഷന് വേണ്ടി ചെന്നിരുന്നു, സെക്കൻഡ് ഒപ്പീനിയൻ, തേർഡ് ഒപ്പീനിയൻ വേണ്ടി ചെന്നിരുന്നു. അവസാനം ഇദ്ദേഹത്തിന്റെ നിവൃത്തികേട് കണ്ടിട്ട് ആദ്യം ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു, ഞാൻ നിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡിലേക്ക് ആക്കാം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെറും 50,000 രൂപയ്ക്ക് നിനക്ക് ട്രീറ്റ്മെന്റ് ലഭിക്കുമെന്ന് പറഞ്ഞു. അതേ തുടർന്ന് ഈ സഹോദരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോവുകയും അവിടെ ചെന്നപ്പോൾ സഹോദരൻ പറഞ്ഞു, ഞാൻ വല്ലാതെ ഭയപ്പെട്ടു, കാരണം എന്നെ കൊണ്ടുപോയത് ക്യാൻസറിന്റെ വാർഡിലേക്കായിരുന്നു. എല്ലാ ക്യാൻസർ രോഗികളും കിടക്കുന്ന അന്തരീക്ഷം, എല്ലാ ക്യാൻസർ രോഗികളായിരുന്നു. ഞാനും ഇവരിൽ ഒരാളായി പോയല്ലോ. എനിക്ക് ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ജീവിക്കണം, എനിക്ക് ഇത്രയും വയസ്സായിട്ടുള്ള എനിക്ക് ജീവിക്കണം, അതൊറ്റ ആഗ്രഹമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഡോക്ടർ ഒരു ഡേറ്റ് കുറിച്ചു. ഏപ്രിൽ 2-ാം തീയതി സർജറിക്ക് വേണ്ടി ഡേറ്റ് കുറിച്ചു. ഇതിനിടയിൽ ദുഃഖ വെള്ളിയാഴ്ച തൃശ്ശൂർ ബ്ലെസ്സിംഗ് സെന്ററിൽ വന്നു. അവിടെ വന്ന് പ്രാർത്ഥിച്ചു. അവിടുത്തെ സഹോദരന്മാർ പറഞ്ഞു, തീർച്ചയായിട്ടും ഈസ്റ്റർ സൺഡേ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ ചെല്ലണം, ദൈവദാസനെ കാണണം, ഡാമിയൻ ബ്രദറിനെ കാണണം, കൈവച്ച് പ്രാർത്ഥിച്ചിട്ടേ സർജറിക്ക് പോകാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈസ്റ്റർ സൺഡേ ഇവിടെ വന്നു, കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വന്നു പ്രാർത്ഥിച്ചു. പ്രാർത്ഥന അവസാനം ഡാമിയൻ ബ്രദറിന്റെ അടുക്കൽ വന്നു, ദൈവദാസൻ കൈവച്ച് പ്രാർത്ഥിച്ചു. ഈ മുഖം എനിക്ക് ഓർമ്മയുണ്ട്, ഒത്തിരി നേരിട്ട വലിയൊരു ജീവില്ലെങ്കിൽ ഈ ഫേസ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, യു വിൽ സീ എ മിറക്കിൾ, അവർ ഗോഡ് ഈസ് ആൻ അമേസിംഗ് ഗോഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വിട്ടു. നീ ഒരു അത്ഭുതം കാണും, നീ അത്ഭുതമായിട്ട് മടങ്ങി വരും എന്നുള്ള രീതിയിൽ വാഗ്ദത്തം കൊടുത്തിട്ടാ പറഞ്ഞു വിട്ടത്. എങ്കിലും ഡോക്ടർ പറഞ്ഞതല്ലേ എന്ന് കരുതി പോയി അഡ്മിറ്റഡായി. ഏപ്രിൽ 2-ാം തീയതി മകനെ സർജറി ചെയ്തു. ഈ വശം മുഴുവനും അവർ തുറന്നെടുത്തു. അകത്ത് നിന്നും അവർ തുറന്നു നോക്കിയപ്പോൾ ഒരു മുഴയും അതിനോട് ചേർന്ന് കുറെ കുരുക്കളും ഉണ്ടായിരുന്നു. അത് മുഴുവൻ എടുത്തു, അതിന്റെ സൈഡിലുള്ള ദശയും എടുത്തു. ഫർദർ ഡയഗ്നോസിസിന് വേണ്ടി കൾച്ചർ ചെയ്യാനായിട്ട് പലയിടത്തും അയച്ചു കൊടുത്തു. സാധാരണ ഒരു റിപ്പോർട്ട് 2 ആഴ്ചക്കുള്ളിൽ ഒരു റിപ്പോർട്ട് വരും. ഇദ്ദേഹം 2 ആഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ പറഞ്ഞു, റിപ്പോർട്ടുമായിട്ട് എന്റെ അടുക്കൽ വരണം, ഫർദർ ട്രീറ്റ്മെന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോഴും ഡോക്ടർ പറഞ്ഞു, ഇത് ക്യാൻസർ തന്നെയാണ്, ക്യാൻസറിനുള്ള ഫർദർ ട്രീറ്റ്മെന്റ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, റിപ്പോർട്ടായിട്ട് എന്റെ അടുത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ റിപ്പോർട്ട് മേടിക്കാൻ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, തന്റെ റിപ്പോർട്ട് ആയിട്ടില്ല, പോയിട്ട് വരാൻ പറഞ്ഞു. ഒരു ടാക്സി എടുത്ത് വേണം കുന്നുംകുളത്തുനിന്ന് കോഴിക്കോട് വരെ പോവാൻ. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞു, 4 ആഴ്ച കഴിഞ്ഞു, 6 ആഴ്ച കഴിഞ്ഞു, ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വന്നില്ല. 8-ാമത്തെ ആഴ്ച വന്നപ്പോൾ ഡോക്ടർ പറയുക, തന്റെ ഈ റിപ്പോർട്ട് കണ്ടിട്ട് ഞങ്ങൾ പലയിടങ്ങളിലേക്കും ഡയഗ്നോസിസിന് വേണ്ടി അയച്ചു, വീണ്ടും അയച്ചു. കാരണം ഞങ്ങൾ സ്ഥിരീകരിച്ചത് ഇതൊരു ക്യാൻസർ എന്നാണ്. എന്നാൽ നിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ ക്യാൻസറിന്റെ ഒരു അണു പോലും അതിലില്ലാത്തവണ്ണം ഇത് സാധാരണ ഒരു ഗ്രോത്ത് മാത്രമായിരുന്നു. നിന്നെ യാതൊരു തരത്തിലും പേടിക്കണ്ട, നിന്റെ രോഗം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്, നീ ഇനി ക്യാൻസറിനെ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു വിട്ടു. അന്ന് ഈ സഹോദരൻ കർത്താവിന് വേണ്ടിയിട്ട് തന്റെ ജീവിതം കൊടുത്തു. ഇന്ന് കുന്നുകുളം സഭയിൽ, കുന്നുകുളം ബ്ലെസ്സിംഗ് സെന്ററിൽ ഒരു ശുശ്രൂഷകനായിട്ട് നിൽക്കുന്നു. പേര് പറ. വിൽസൺ എന്ന ക്യാൻസർ രോഗിയല്ല, കർത്താവിന്റെ അഭിഷിക്തനാണ്, കർത്താവിന്റെ ശുശ്രൂഷകനാണ്. ഈ സഹോദരൻ ഒരു പുരുഷോത്തമൻ എന്നാണ്, കോഴഞ്ചേരിയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. പുരുഷോത്തമനെ ഞാൻ ഒരിക്കലും മറക്കില്ല. അതിന് കാരണങ്ങൾ ഞാൻ പറയാം. പറ. അദ്ദേഹം ഒരു കോൺട്രാക്ടർ കൂട്ടത്തിൽ ഒരു പൈപ്പിന്റെ വർക്ക് താൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, അന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിലോ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വർക്കിന്റെ ഭാഗമായിട്ടാണ് താൻ ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് താൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് 2014 അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിക്കുന്നത്. അദ്ദേഹം സ്ഥിരമായി താൻ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ 2014 തനിക്ക് താൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വാട്ടർ അതോറിറ്റിയുടെ ഒരു പൈപ്പിന്റെ കുഴിയിൽ താൻ ആ ജോലിയുടെ ഭാഗമായി അതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ കാല് വഴുതി താൻ ആ കുഴിക്കകത്തേക്ക് പെട്ടുപോയി. അങ്ങനെ താൻ ജോലി ചെയ്യുന്നതിനിടയിൽ താൻ ആ കുഴിയിൽ വീണു. താൻ വീണ ഉടനെ തന്നെ തൻ്റെ അരഭാഗം ഇടിച്ചാണ് താൻ ആ കുഴിയിലേക്ക് വീണത്. പെട്ടെന്ന് കൂടെയുണ്ടായിരുന്ന ജോലിക്കാരെല്ലാവരും തന്നെ അവിടുന്ന് എടുത്ത് പെട്ടെന്ന് അവർ ആ ഭാഗം തിരുമ്മി കൊടുത്തു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. അവരെല്ലാവരും കൂടി തന്നെ വീട്ടിലെത്തിച്ചിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഭയങ്കരമായ വേദനയായിരുന്നു. വേദന കാരണം
ഈ ഭാഗം ഇടിച്ചാണ് താൻ വീണത്. ആ സമയത്ത് എനിക്ക് വല്ലാതെ വേദന അനുഭവപ്പെട്ടപ്പോൾ അവിടുത്തെ ഡോക്ടർ തനിക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇപ്പോൾ വീട്ടിൽ പോകാൻ പറഞ്ഞു. എന്നിട്ട് നാളെ വന്നിട്ട് പിന്നീട് ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവരുടെ പോയി ആ വേദനയൊന്നും കുറഞ്ഞില്ല. ഇനി അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി. ഇനി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ MRI സ്കാൻ ചെയ്യാൻ പറയും, മറ്റ് ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യും. തനിക്ക് അതിനുള്ള ഒരു വക തൻ്റെ കയ്യിലില്ല, തൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല അതിനുവേണ്ടി ചെലവഴിക്കാൻ. കുഴമ്പെല്ലാം വിട്ട് താൻ 1.5 വർഷം താൻ ജോലിക്ക് പോകുമായിരുന്നു, കുഴമ്പൊക്കെ ഇട്ട് ജോലിക്ക് പോകുമായിരുന്നു. പക്ഷെ ജോലിക്ക് താൻ ചെല്ലുമ്പോൾ ആ കോൺട്രാക്ട് തന്നെ ജോലിക്ക് നിർത്തത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ തനിക്ക് വയ്യ. അതിനുശേഷം അദ്ദേഹം ഒത്തിരി കോൺട്രാക്ട് എടുത്തിരുന്നു, തനിക്ക് ജോലി തരണമെന്ന് പറഞ്ഞു. കാരണം വീട്ടിൽ അത്രയും ബുദ്ധിമുട്ടായി താൻ ജോലിക്ക് പോകാൻ സാധിക്കാത്ത വിധം. തനിക്ക് അതുപോലെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ തനിക്ക് കുനിയാനോ നിവരാനോ മറ്റു ജോലികളൊന്നും ചെയ്യുവാൻ സാധിക്കാതെ 1.5 വർഷം താൻ ഭയങ്കരമായിട്ട് താൻ വേദന സഹിച്ചു. കാരണം ഹോസ്പിറ്റലിൽ പോയാൽ ഒത്തിരി പൈസ കൊടുക്കേണ്ടി വരും. പക്ഷേ കഴിഞ്ഞ വർഷം നമ്മുടെ കൊച്ചിയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് സെന്റർ നടന്ന ഒരു കോൺഫറൻസിൽ, അതായത് ബ്ലെസ്സിംഗ് ടുഡേ ആനുവൽ കോൺഫറൻസിൽ, കഴിഞ്ഞ വർഷത്തെ ആനുവൽ കോൺഫറൻസ് ആയിരുന്നു. അതെ അല്ലേ, അതിനകത്ത് അദ്ദേഹം വന്ന് പങ്കെടുത്തു. അന്ന് കോഴഞ്ചേരിയിൽ നിന്നൊരു ബസ് അവിടുന്ന് അറേഞ്ച് ചെയ്തിരുന്നു. അവിടുന്ന് ഒത്തിരി പേർ അതിനകത്ത് കയറി വന്ന കൂട്ടത്തിൽ താനും അതിനകത്ത് കയറി, താനും തന്നെ കുടുംബവും അതിനകത്ത് കയറി. അദ്ദേഹം ഇങ്ങനെയാ പറഞ്ഞത്, അതിനകത്തേക്ക് കയറാൻ തന്നെ എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടിരുന്നു. ഒത്തിരി പേർ എടുത്താണ് തന്നെ ആ ബസ്സിനകത്തേക്ക് കയറിയാണോ കയറല്ലേ പിടിച്ചോണ്ട് കയറുന്ന പോലെ, കയറിൽ പിടിച്ച് കയറുന്നത് പോലെയാണ് ബസ്സിലോട്ട് കയറിയത്. കാരണം അത്രയ്ക്കും ഈ ഇവിടെ പെയിൻ ഉണ്ടായിരുന്നു, ജോയിന്റിന്റെ ഭാഗത്ത്. അത്രയ്ക്കും പെയിൻ ആയിട്ടാണ് താനും ആ കോൺഫറൻസിൽ, കഴിഞ്ഞ വർഷത്തെ കോൺഫറൻസിൽ താൻ പങ്കെടുത്തത്. വന്നിരുന്ന് താൻ അത് കഴിഞ്ഞ് ചർച്ചിൽ വന്നിരുന്നതും 2 കസേര പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ താൻ പ്രാർത്ഥനയ്ക്ക് ഇരുന്നത്. അങ്ങനെയാണ് ഇരുന്നത്, 2 കസേരയിലും പിടിച്ചിങ്ങനെ ഇരുന്നു. പ്രാർത്ഥനയ്ക്ക് വന്ന ശേഷം ഇരിക്കാൻ പറ്റാതെ ഇങ്ങനെ പിടിച്ചോണ്ട്. അപ്പൊ തൊട്ടടുത്തിരിക്കുന്നവരൊക്കെ ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞു, അയ്യോ പാവം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ സഹതാപം തോന്നി. ഇദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥന വരുമ്പോൾ എഴുന്നേക്കും, ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിയ പ്രാർത്ഥനകൾ അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നു. ആ സമയത്താണ് ബ്രദർ ഡാമിയൻ സ്റ്റേജിലേക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കയറുന്നത്. ഇടുപ്പല്ലിന് പ്രയാസമുണ്ടായിരുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇറ്റ്സ് എ മേജർ മിറക്കിൾ. എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. ഇടുപ്പല്ലിന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, കുനിഞ്ഞു നോക്കുക, നിവർന്ന് നോക്കുക, പിരിഞ്ഞു നോക്കുക, വളഞ്ഞു നോക്കുക, ഇരുന്ന് നോക്കുക, എഴുന്നേറ്റ് നോക്കുക, നടന്നു നോക്കുക. നന്നായി ചെക്ക് ചെയ്ത് ബോധ്യമായെങ്കിൽ മുന്നോട്ട് വരാം. സംതിങ് ഹാസ് ഹാപ്പൻഡ്. ഇഫ് യു ആർ ദ പേഴ്സൺ, യു ക്യാൻ കം ഫോർവേഡ്. Quickly. Yeah, here comes a person. Oh my Jesus. This is the person. What happened? നേരെ 1 വർഷം മുമ്പ് കഴിഞ്ഞ ആനുവൽ കോൺഫറൻസിലാണ് ഈ സംഭവിച്ചത്. ഇന്ന് പുരുഷോത്തമൻ കുഴിയിലല്ല, സ്റ്റേജിലാണ്. അതിനുശേഷം അദ്ദേഹം പത്തനംതിട്ട എന്ന് പറയുന്ന സോണിന്റെ ഒരു ശുശ്രൂഷകനും അപ്പോൾ തന്നെ തന്റെ മക്കൾ കൊയറിലും സൺഡേ സ്കൂൾ ടീച്ചറും എല്ലാമായി ആ ബ്ലെസ്സിംഗ് സെന്ററിനോട് ചേർന്ന് നിന്നവർ ഒരു ഭാഗമായി ഇന്ന് നിൽക്കുകയാണ്. 1.5 വർഷമായിട്ട് തിരുവല്ല ബ്ലെസ്സിംഗ് സെന്ററിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആൻറ്റിയാണ്. ഈ ആൻറ്റിയുടെ മകൻ്റെ പേര് ടിജു എന്നാണ്. മകൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. 3 വർഷമായിട്ട് അവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചില പ്രശ്നങ്ങളായി. അവർ കുറേ പേരെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കുവാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇവരുടെ മകൻ ഉൾപ്പെട്ടു. ഇവരുടെ മകനോട് റിസൈൻ ചെയ്യാൻ പറഞ്ഞു, നിർബന്ധമായിട്ട് റിസൈൻ ചെയ്യാൻ പറഞ്ഞു. 3 പ്രാവശ്യം പറഞ്ഞിട്ട് ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ അവരൊരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചു. കഴിഞ്ഞ സെപ്റ്റംബർ 30-ാം തീയതി ലാസ്റ്റ് ഡേ ആണ്. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തിരിച്ചു പോയിക്കോണം. ഇതോടെ ഇവരാകെ വലിയ പ്രതിസന്ധിയിലായി, പ്രശ്നത്തിലായി. ഉടനെ ബ്ലെസ്സിംഗ് സെന്ററിലെ ഇൻചാർജിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു സാഹചര്യമാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച ആ ബ്രദർ പറഞ്ഞു, നിങ്ങളുടെ മകനെ ഒന്നുകിൽ ആ കമ്പനിയിൽ എടുക്കും, അത് സംഭവിച്ചില്ലെങ്കിൽ വേറെ കമ്പനിയിൽ ഇതിനേക്കാൾ മെച്ചമായ രീതിയിൽ ദൈവം അപ്പോയിന്റ് ചെയ്യുമെന്ന് പറഞ്ഞു. വിശ്വാസത്താൽ ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇവരുടെ അകത്തും വിശ്വാസമായി. ഇവര് പ്രയർ ഡയറിക്കകത്ത് എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവര് പറയുന്നത് സെപ്റ്റംബർ 30-ാം തീയതിയാണ് അവർ ഡേറ്റ് കൊടുത്തത്. പക്ഷെ സെപ്റ്റംബർ 28-ാം തീയതി തന്നെ വേറൊരു കമ്പനിയിൽ ഇതിനേക്കാൾ ഉയർന്ന ശമ്പളത്തിൽ എല്ലാ ഫെസിലിറ്റിയോടും കൂടെ താമസിക്കാനുള്ള സൗകര്യം എല്ലാം കൂടെ ബ്രദർ പറഞ്ഞ അതേപോലെ തന്നെ ഉയർന്ന നിലവാരത്തിലൊരു ജോലി ദൈവം കൊടുത്തു. ചില വഴികളിങ്ങ് അടയുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, ശമ്പളം വെട്ടിക്കുറക്കുമ്പോൾ ചിലരൊക്കെ അപ്പം തന്നെ കയറെടുത്ത് അങ്ങ് ചത്തുകളഞ്ഞേക്കാൻ കഴിയും. പക്ഷേ അതിനു മുമ്പ് കർത്താവ് വേറെ ഒരു വഴി ഒരുക്കി വെച്ചിട്ടാണ് ഇത് അടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അത് കാണുന്നതിന് മുമ്പ് ചത്തുകളഞ്ഞാലോ? ചോദിച്ച ചോദ്യം ലോജിക്ക് മനസ്സിലായോ? ഒരു വഴി അടയുമ്പോൾ അതിനപ്പുറത്തെ കർത്താവ് വലിയ വേറൊരു വഴി തുറന്നു വെച്ചിട്ടാണ് ഇത് അടക്കുന്നത്.
ചിലപ്പോൾ നേരത്തെ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അത് കാണാൻ പോകുന്നത്. അതിനു മുമ്പ് ആരും പാറ്റ ഗുളിക ഒന്നും കഴിക്കണ്ട. ഹലോ, അങ്ങനെ ആരും ഉണ്ട് ഇവിടെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് തന്നെ പറഞ്ഞു. ഇവര് കുറച്ച് സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക്. അപ്പോൾ ഇവരുടെ കടങ്ങൾ, ചില്ലറ കടങ്ങളായിട്ട് ആൻറ്റിക്ക് ഒരു 35,000 രൂപയുടെ കടം ഉണ്ടായിരുന്നു. അപ്പോൾ കടം ഉള്ളതുകൊണ്ട് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ്. പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ തന്നെ ആൻറ്റിക്ക് ഒരു ആഗ്രഹം, എനിക്കൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യണം. പക്ഷെ അവർ ആ ആഗ്രഹം വന്ന കാരണം ഒരു 10,000 രൂപ അവർ പറയും വളരെ ഞെരുങ്ങിയാണെങ്കിലും അത് ചെയ്യാൻ അവർ തീരുമാനമുണ്ട്. പക്ഷെ ഇവരൊരു ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ പണം വർഷങ്ങളായിട്ട് കിട്ടാതെ കിടക്കുമായിരുന്നു. ഓക്കെ. പക്ഷെ ഇവർ പറയുന്നത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും, ഈ സ്പോൺസർഷിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കിട്ടാതെ കിടന്നിരുന്ന സാധനങ്ങളെല്ലാം കിട്ടാൻ തുടങ്ങി. ഇവർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് മാത്രം 2 ലക്ഷം രൂപയോളം അവരുടെ കയ്യിൽ വന്നു കയറും. 10 പോയുള്ളൂ, വന്നത് എത്രയാ? ഹല്ലേലൂയ. ഈ വർഷം പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ഒരു നിയോഗപ്രകാരം ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകം എമ്പാടുമുള്ള ലക്ഷക്കണക്കിന് പേർക്ക് ഒരുമിച്ച് ഇതിൽ പങ്കുകാരാകാനും ഈ ശുശ്രൂഷ നല്ല രീതിയിൽ, പഴയതിനേക്കാൾ നല്ല രീതിയിൽ മുന്നിലേക്ക് കൊണ്ടുപോകാനും യേശുവിനെ ശുശ്രൂഷിക്കാൻ ഒരവസരം നൽകാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളാകെ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ നിന്നും 0484222133 എന്ന സ്പെഷ്യൽ നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ നൽകുക. ശുശ്രൂഷകർ നിങ്ങളെ തിരികെ ബന്ധപ്പെട്ട് എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത്, എങ്ങനെ ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകാം എന്നതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ നേരത്തെ സാക്ഷ്യങ്ങളിൽ കണ്ടതുപോലെ അതിനേക്കാൾ വലിയ വിടുതലുകളും അനുഗ്രഹങ്ങളും ഇന്ന് കർത്താവ് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവെ വലിയ അനുഗ്രഹങ്ങളും വിടുതലുകളും ഓരോ വ്യക്തിയിലും അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉഷസ് എന്ന് പേരുള്ള, ഇറ്റ്സ് എ സ്ട്രേഞ്ച് നെയിം, ഉഷസ് എന്ന് പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. അസ്ഥിയിലും അതുപോലെ മജ്ജയ്ക്കകത്തും പ്രയാസമുണ്ട്. പൂർണ്ണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. അതുപോലെ വിയർപ്പ് ഗ്രന്ഥികൾക്ക് പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു.
ഈ സ്ക്രീനിലേക്ക് 2 കൈകൾ നീട്ടിപ്പിടിച്ച് നിങ്ങളുടെ പ്രയാസമോ വിഷയം എന്താണെങ്കിലും ഈ സമയത്ത് അത് യേശുവിനോട് പറയുക. കർത്താവെ, അങ്ങ് അത്ഭുതകരമായി ഓരോ വ്യക്തിയെയും സൗഖ്യമാക്കണമേ. കർത്താവെ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. തിങ്കളാഴ്ച പുതിയ ചില അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളും പ്രോഗ്രാമുമായി ബ്ലെസ്സിംഗ് ടുഡേ വീണ്ടും നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നു. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ആൾ.